ഈ ഫോട്ടോസ് കണ്ടാലേ ഭദ്രനും ദേവികയും തമ്മിൽ അവിഹിതത്തിലാണെന്ന് തോന്നണം. അതൊക്കെ തോന്നു വച്ചാ. അങ്ങനെ തന്നെയാ ഞാൻ അവരുടെ ഫോട്ടോസ് എടുക്കുന്നത്. ഇത് കണ്ടാൽ അമ്മ അവളെ എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കണം. മുത്തശ്ശി ദേവിക ചേച്ചിയെ പുറത്താക്കിയിരിക്കും വച്ചാ. അച്ഛൻ നോക്കിക്കോ. സിദ്ധാർത്ഥ, സിദ്ധു, ഇവിടെ ഇവിടെ ഇവിടെ. ഇവരാരാ? സിദ്ധു, നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? കൂടെ ആരാ ഉള്ളത്? ദേവികയാണ്. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരാ? നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? ഞാൻ ദേവികയുടെ മുത്തശ്ശനാ. ഇത് ദേവികയുടെ അമ്മയും. ദേവിക? ദേവിക ആരാ? സിദ്ധുവിന് ശരിക്കും ഓർമ്മ കിട്ടിയെന്ന് തോന്നുന്നു. അതാ നമ്മളെ ഒന്നും മനസ്സിലാവാത്ത. ഏതായാലും നന്നായി, ദേവികയുടെ പരിശ്രമം വിജയിച്ചല്ലോ. നീ എന്താടാ അഭിനയിക്കുവാണോ? നിനക്ക് ദേവിക അറിയില്ലല്ലേ? നിങ്ങൾ എന്താ ചൂടാവുന്നത്? എനിക്ക് ദേവിക അറിയില്ല. ഏത് ദേവിക? എവിടത്തെ ദേവിക? അറിയില്ല എനിക്ക്. സിദ്ധുമോനെ. അല്ല, നിങ്ങളൊക്കെ ആരാ? അപ്പോ ഞങ്ങളെ ആരെയും നിനക്ക് പരിചയമില്ല അല്ലേ? ഇല്ല, എനിക്ക് പരിചയമില്ല. അച്ഛാ, ഇവൻ പറയുന്നത് കേട്ടില്ലേ? നിനക്ക് മോഹനേട്ടന് ഓർമ്മ കാണുമല്ലോ. മോഹനേട്ടനോ? അതാരാ? അതെ, നീയേ വണ്ടി ഇടിപ്പിച്ചു കൊന്ന എന്റെ ഭർത്താവ് മോഹനേട്ടൻ. ആ ആളെ നിനക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നീ കൊന്ന ആളിനെ നിനക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ശ്രീല, നീ എന്തായി ചെയ്യുന്നത്? നീ ആരെയും കൊന്നിട്ടില്ലല്ലേ? പറയടാ. സിദ്ധു, സിദ്ധു, എന്താ മോനെ? ഞാനതെവിടെയാ മുത്തശ്ശ? എനിക്കെന്താ പറ്റിയേ? ഏയ്, മോനൊന്നും പറ്റിയിട്ടില്ല. മാലാക എവിടെ മുത്തശ്ശ? അയ്യോ, മുറിഞ്ഞിട്ട് എനിക്ക് വേദനിക്കണു. നോക്കിയേ, മോനെ. മാലാക എവിടെ? മുത്തശ്ശ, മാലാക എവിടെ? ദേവിയോടൊപ്പമല്ലേ മോൻ വന്നത്? എന്നിട്ട് അവളവിടെ? എനിക്ക് മാലാക കാണണം മുത്തശ്ശ. സിദ്ധുവിനെ തനിച്ചാക്കി ദേവി എവിടെ പോവില്ലല്ലോ. മുത്തശ്ശ, മാലാക എവിടെയാ? എനിക്ക് മാലാക കാണണം മുത്തശ്ശ. മാലാക എവിടെയാ? അഭിഷേക് എവിടെ പോയി? ഇത്ര സമയത്തും കാണുന്നില്ലല്ലോ. ആ മഞ്ജു പറ. എന്തായി, പണം കിട്ടിയോ? ഇല്ല മഞ്ജു, അഭിഷേക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവനെ കാത്തോടെ നിൽക്കുവാ. അനീഷേട്ടാ, ഇന്ന് പണം കിട്ടണം.
ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവേ. ഇങ്ങനെ അവിടെ വെറുതെ കാത്തിരുന്ന എങ്ങനെയാ? മഞ്ജു, എന്ത് വേണമെന്ന് എനിക്കറിയാം. ദേ, എന്നെ നീ വെറുതെ ടെൻഷൻ ആക്കല്ലേ. ഋഷി അവിടെ ഉണ്ടല്ലോ. അഭിഷേക് ഇല്ലെങ്കിൽ അനീഷേട്ടിന് ഋഷിയോട് പണം ചോദിക്കാലോ. മഞ്ജു, നിന്നോട് മര്യാദയ്ക്ക് ഞാൻ കാര്യം പറഞ്ഞു. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നിന്റെ ഡയറക്ഷൻ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഛേ, അഭിഷേക് വരട്ടെ, അതുവരെ നീ ഒന്ന് അടങ്ങ്. വെയിറ്റ് ചെയ്തേ മതിയാവൂ, കേട്ടല്ലോ. ദേ, ഇനി നീ എന്നെ എങ്ങോട്ട് വിളിക്കരുത്. വിളിക്കരുതെന്ന് പറഞ്ഞാൽ വിളിക്കരുത്. വിളിച്ച് ശല്യപ്പെടുത്തരുത്, കേട്ടല്ലോ. ഹലോ ഹലോ അനീഷേട്ടാ,